നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് PSCയുടെ പുതിയൊരു സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ചലനം അഥവാ മോഷൻ എന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. 3-4 ക്ലാസ്സുകളിലെ കണ്ടൻസ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് നൽകുക. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിന് തന്നെയായിരിക്കും. സോ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ചലനം പാർട്ട് 1. നമുക്ക് പഠിക്കേണ്ട സിലബസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ചലനം എന്നൊരു ടോപ്പിക്ക് അതേപോലെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സബ് ടോപ്പിക്സും തന്നിട്ടുണ്ട്. ഇതിൽ ചലനം ഒരു സിംഗിൾ വേർഡായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിലും നമുക്ക് അത്രയും മാത്രം പോരാ. നമുക്ക് ചലനത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. തന്നിരിക്കുന്ന സിലബസിലെ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന ടോപ്പിക് ഒഴിച്ച് ബാക്കിയെല്ലാം SCERT ബേസ്ഡ് തന്നെയാണ്. SCERTയിലെ അല്ലെങ്കിൽ 4 ക്ലാസ്സുകളിലെ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ 4 ക്ലാസ്സുകളിലെ വിവിധ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് ചലനം എന്നൊരു ടോപ്പിക്ക് നമ്മുടെ കയ്യിലാകും. നമുക്ക് മനസ്സിലാക്കുക, ഫുൾ ടോപ്പിക്സും കവർ ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്ന സബ് ടോപ്പിക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് എടുക്കും. ബാക്കിയെല്ലാം SCERT ബേസ്ഡ് ക്ലാസ് തന്നെയാകും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പഠിക്കേണ്ട SCERT പാഠഭാഗങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസ് 6ലെ ചാപ്റ്റർ 4 ചലനത്തിനൊപ്പം. സെക്കൻഡ്, ക്ലാസ് 8ലെ ചാപ്റ്റർ 9 ചലനം. ക്ലാസ് 9 ചാപ്റ്റർ 3 ചലനവും ചലന നിയമങ്ങളും. ക്ലാസ് 11 ചാപ്റ്റർ 4 ചലന നിയമങ്ങൾ. ഇതിലെ ക്ലാസ് 11 വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സബ് ടോപ്പിക്ക് വരുന്നത് കൂടുതലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്ലാസ് 11th +1 അതുകൊണ്ടാണ് ആ ചാപ്റ്റർ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിന് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നൽകുക. അപ്പോൾ ഇത് കവർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ചലനം എന്ന ടോപ്പിക്കിനെ കുറിച്ച് കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ സിലബസിലെ ചലനം എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവണമെങ്കിൽ 3 ക്ലാസ്സുകളിലെ കണ്ടൻസ് കമ്പൈൻ ചെയ്ത് പഠിക്കണം നമ്മൾ പറഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 4 ചലനത്തിനൊപ്പം എന്ന പാഠഭാഗമാണ്. അതിൻ്റെ ഭാഗം 1 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് ചലനങ്ങളുണ്ടല്ലേ. നമ്മുടെ ചുറ്റും നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചലനങ്ങൾ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മോഷൻ, ഓരോ വസ്തു മൂവ് ചെയ്യുന്നത്, നമ്മൾ തന്നെ മൂവ് ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ മൂവ് ചെയ്യുന്നത്, ബസ്, കാർ, അങ്ങനെയുള്ള വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നത്, ഇലകൾ മൂവ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ ചലനവും നമ്മളൊന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പല പ്രത്യേകതകളും പല തരത്തിലുള്ള ചലനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന പോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, നമുക്കൊരു സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുദ്ധമുണ്ട്. നടുക്ക് സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും 8 പ്ലാനറ്റുകൾ, 8 ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം എത്ര ഗ്രഹങ്ങളായിരുന്നു? 9 ഗ്രഹങ്ങളായിരുന്നു. പ്ലൂട്ടോയെ നമ്മൾ കുള്ളൻ ഗ്രഹമാക്കി മാറ്റി. ഇപ്പോൾ 8 ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതിൽ തന്നെ മെയിൻ ആരാണ്? നമ്മുടെ ഭൂമി തന്നെയാണ്. നമുക്ക് നമ്മുടെ ഭൂമി ആവാലതല്ലേ. അപ്പം നമ്മുടെ ഭൂമി തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാം. സോ ഭൂമിക്ക് എത്ര തരം ചലനങ്ങളുണ്ട്? നമുക്ക് കുഞ്ഞു ക്ലാസ് തൊട്ടേ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ എത്ര തരം ചലനങ്ങളാണ് നമ്മുടെ ഭൂമിക്കുള്ളത്? 2 തരം ചലനമുണ്ടല്ലേ. ഒന്നെന്താണ്? ഭൂമി സ്വന്തം അക്ഷത്തിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഭ്രമണം ചെയ്യുന്നു. റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ, ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം അതിൻ്റെ ഒരു ചലനമാണ്. 2 എന്താണ്? അതോടൊപ്പം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ അല്ലെ. അതിനെ നമ്മൾ എന്താ മലയാളത്തിൽ വിളിക്കുക? പരിക്രമണം. അപ്പം ഭ്രമണവും പരിക്രമണവുമാണ് നമ്മുടെ ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭൂമി ചലിക്കുമ്പോൾ അതോടൊപ്പം എന്തെല്ലാം ചലിക്കും? നിങ്ങൾക്കൊരു നിമിഷമെങ്കിലും ചലിക്കാതിരിക്കാൻ സാധിക്കുമോ? നമുക്ക് ഇനി ചലിക്കുന്നതോടൊപ്പം നാം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. അപ്പം എന്താണ്? ലിവിങ് ഓർഗാനിസംസ് ആകട്ടെ, മൗണ്ടൻസ് ആവട്ടെ, ട്രീസ് ആകട്ടെ, പാറകളോ കെട്ടിടങ്ങളോ എന്തോ ആവട്ടെ, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ചലിക്കുന്നതിനോടൊപ്പം തന്നെ ചലിക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ചെയ്യുക അല്ലെ. രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി സ്വന്തം ആക്സിസിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. അതേസമയം സീസൺസ് ഉണ്ടാകുന്നതോ? ഓരോ സീസൺസ് ഉണ്ടാകുന്നത് ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ രീതിയിലുള്ള ഒരു ചലനം കാണാനായിട്ട് സാധിക്കും. പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നു? സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുന്നു അല്ലെ. അതൊരു ചലനമല്ലേ? ആണ്. ഇനി നോക്കിക്കേ, എന്തൊരു
വേഗം. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്ററിലാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എല്ലാ സെന്റൻസുകളും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഭൂമി സ്വയം തിരിയുന്നത്, സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ പെർ അവറിലാണ്? അതല്ലേ, ആ മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ഓക്കെ. അതേസമയം സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലും, അല്ലേ? അപ്പോൾ ഇതാണ് 1,06,000 കിലോമീറ്ററിലുമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി മണിക്കൂറിൽ ആരെ ചുറ്റുന്നത്? സൂര്യനെ ചുറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഒരിടത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത്രയും വേഗത്തിൽ ചലിക്കുക. നമ്മുടെ എർത്തിനോടൊപ്പം, നമ്മുടെ ഭൂമി ചലിക്കുന്നതിനോടൊപ്പം നാം എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ആ ഒരു വേഗത, ഭ്രമണത്തിനുള്ള വേഗത 1667 കിലോമീറ്റർ ആണെന്നും ഭൂമിയുടെ പരിക്രമണത്തിനുള്ള വേഗത 1,06,000 കിലോമീറ്റർ ആണെന്നും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സൗരയൂഥത്തിലുള്ള ഒരു ചലനം പരിചയപ്പെട്ടു, അല്ലേ? എന്താണ്? സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ റിവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുന്നതായിട്ടും എർത്ത് എന്ത് ചെയ്യുന്നു? സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്ന ഭ്രമണത്തെക്കുറിച്ചും നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചലനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സുഹൃത്തിന്റെ നെഞ്ചിനോട് നിങ്ങളുടെ ചെവി ചേർത്ത് വെച്ച് നോക്കുക. എന്താണ് അനുഭവപ്പെടുന്നത്? നമുക്കൊരു സൗണ്ട്, അല്ലെ, ഒരു ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എന്താണ്? നമ്മുടെ ശരീരത്തിനുള്ളിലും ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണങ്ങൾ എന്തൊക്കെ പറയാം? രക്തപര്യനം അഥവാ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ബ്ലഡ് ഫ്ലോ ചെയ്യുകയല്ലേ? അപ്പോൾ ബ്ലഡിന്റെ ഒരു മോഷൻ അല്ലേ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു ചലനത്തിന് ഉദാഹരണമാണ്, അല്ലേ? ഇനി എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മറ്റൊരു ഉദാഹരണം എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് വെക്കുന്ന ഫുഡ് പല ശരീര അവയവങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റായി ഫൈനലി എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആയിട്ട്, വേസ്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് വായിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ മൗത്തിനുള്ളിൽ കുറച്ച് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈസോഫാഗസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മോഷൻ ഓഫ് ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ മോഷൻ ഓഫ് ഈസോഫാഗസ് ഉണ്ട്. അതിനെ നമ്മൾ പെരിസ്റ്റാലിസ് മൂവ്മെന്റ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഫുഡ് പോകുന്നതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഫുഡിന്റെ ഓരോ ചലനവും ഓരോ ശരീര അവയവങ്ങളിലൂടെ നമുക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലേ? അപ്പം എന്താണ് നമുക്ക് രണ്ടാം ഉദാഹരണം എന്ത് പറയാം? ശരീര അവയവങ്ങളിലൂടെയുള്ള ആഹാരത്തിന്റെ പോക്ക് നമുക്ക് എന്തായിട്ട് പറയാം? ഒരു ചലനമാണെന്ന് പറയാൻ സാധിക്കും. പിന്നെന്താണ്? ഇനി എന്തുകൊണ്ട് അവിടെ ഒരു സൗണ്ട് കേട്ട് എന്തുകൊണ്ടായിരുന്നു? എന്തിന്റെ സൗണ്ടാണത്? ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹേർട്ട് ബീറ്റ്, അല്ലെ? ഡബ് 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 എന്ന് പറഞ്ഞുള്ള സൗണ്ട് നമുക്ക് കേൾക്കാമല്ലോ. അപ്പൊ അത് ഹേർട്ടിന്റെ ചലനമല്ലേ? അപ്പൊ നമുക്ക് ഹേർട്ട് ഉദാഹരണമായിട്ട് പറയാമല്ലോ, ഹേർട്ട് ബീറ്റ്. പിന്നെന്താണ്? നമ്മുടെ ലങ്സ്, നമ്മുടെ ശ്വാസകോശം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും, അല്ലെ? സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും. അതും എന്താണ്? ലങ്സിന്റെ മോഷനാണ് അല്ലെങ്കിൽ ലങ്സിന്റെ മൂവ്മെന്റ് ആണ്. പറഞ്ഞൂടെ? ഇനി എന്താണ്? നമ്മുടെ എക്സ്ക്രീഷന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ഡൈജഷന് ശേഷം എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് പുറത്തേക്ക് പോകും, അല്ലെ? അതും ഒരു മോഷൻ തന്നെയല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ശരീരത്തിനുള്ളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? വിവിധ രീതിയിലുള്ള ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആണല്ലോ. ഇനി നമ്മുടെ ബോഡിക്ക് പുറത്തുനിന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കണ്ണിമ വെട്ടുന്നത് നമ്മുടെ ശരീരത്തിലുള്ളൊരു നല്ലൊരു മോഷൻ അല്ലേ? നമ്മളിങ്ങനെ ഇങ്ങനെ ചിമ്മുന്നത്, അല്ലേ? പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും തമ്മിലുള്ളൊരു കോണ്ടാക്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു ചലനത്തിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി ചലനം നമുക്ക് ചുറ്റും. ഇപ്പം നമ്മൾ ശരീരത്തിനുള്ളിലെ കണ്ടു, ഒരു സോളാർ സിസ്റ്റത്തിലെ കണ്ടു. ഇനി നമുക്ക് ചുറ്റുമുള്ള ചലനം ഒന്ന് നിരീക്ഷിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഉള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വിവിധ തരത്തിലുള്ള ചലനം നമുക്ക് പറയാൻ പറ്റും, പക്ഷെ എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിലും നോക്കിക്കേ, ഒരു പേപ്പർ എടുത്ത് വീശു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേപ്പർ വന്നു, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആവി എടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് വീശും. അപ്പോൾ ഇവിടെ ആരാ ചലിക്കുന്നത്? വായുവിൻ്റെ ചലനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. അനുഭവപ്പെടുന്നു? വായുവിന്റെ ചലനം അനുഭവപ്പെടുന്നു, അല്ലെ? അപ്പോൾ വായുവിന്റെ ചലനം തിരിച്ചറിഞ്ഞ മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നോക്കിക്കേ, കടൽ തീരത്തിരിക്കുമ്പോൾ നമുക്ക് നല്ല കാറ്റ് അനുഭവപ്പെടില്ലേ? അത് ആര് ചലിക്കുന്നത് മൂലമാണ്? ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലേ? അപ്പോൾ വായുവിന്റെ ചലനം മൂലമാണ് കാറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കടൽ തീരത്തിരിക്കുമ്പോൾ നമുക്ക് വായു ചലനം അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അപ്പൂപ്പൻ താടികളും പഞ്ഞികളും ഒക്കെ എന്താ ഇങ്ങനെ കാറ്റിലേക്ക് ഇങ്ങനെ പറന്ന് കിടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം എന്തിന്റെ ചലനമാണ് അവിടെ? വായുവിന്റെ ചലനമാണ്. എയ്റോപ്ലെയിൻ ലിഫ്റ്റ് കണ്ടിട്ടില്ലേ? എയ്റോപ്ലെയിനിൽ പറക്കുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? വായുവിന്റെ ചലനത്തിനുള്ള സന്ദർഭത്തിന് ഉദാഹരണങ്ങളാണ്. ഒപ്പം നമ്മുടെ ഇലകൾ ആടുന്നതും വീഴുന്നതും ശിഖരങ്ങൾ ആടുന്നതും മരങ്ങളുടെയൊക്കെ ശിഖരങ്ങൾ ആടുന്നതും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? വായു ചലനത്തിന് ഉദാഹരണമാണ്.
ഇനി ഒരു വിഷറി എടുത്ത് വീശാൻ പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതും സെയിം കാര്യം തന്നെയാണ്. ഒരു ഫാൻ കറങ്ങുമ്പോൾ അതിന് ചുവട്ടിൽ പോയിരുന്നാൽ നമുക്ക് കിട്ടുന്ന കാറ്റ് എന്തിൻ്റെ റിസൾട്ടാണ്? വായു ചലിക്കുന്നത് മൂലമുണ്ടാകുന്ന റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങളെ പഠിപ്പിച്ച് വിടേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ എസ്സേയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഓരോ പോയിന്റ്സും മിസ്സാക്കാതെ തന്നെ പറഞ്ഞു പോകണമെന്ന് നിർബന്ധമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അത് പഠിപ്പിച്ച് എങ്ങാനും ചോദിച്ചാൽ വായുവിൻ്റെ ചലനത്തിന് ഉദാഹരണങ്ങൾ താഴെ തന്നിരിക്കുന്നവ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. നമ്മളത് പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിലും ജസ്റ്റ് ഒരു സ്കഫോൾഡിങ് പോലെ, സൈക്കോളജി നമ്മൾ പറയുന്ന പോലെ സ്കഫോൾഡിങ് പോലെ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവാണ്. നോക്കിക്കേ, ബലവും ചലനവും, ഫോഴ്സ് ആൻഡ് മോഷൻ അല്ലേ. ഇപ്പം ചലനത്തിന് അത്യാപേക്ഷിതമായിട്ടുള്ള ഒരു ഫാക്ടറാണ് ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തു എപ്പോഴാണ് ചലിക്കാൻ തുടങ്ങുന്നത്? വേഗത്തിലുള്ളതും സാവധാനത്തിലുള്ളതുമായ പലതരം ചലനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഈ വ്യത്യാസങ്ങൾക്ക് കാരണം? നമ്മളിതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് പ്രസ്താവനയിൽ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരാൻ നമുക്കറിയാം. പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ്ലി മാറിയല്ലോ. അപ്പോൾ ഇങ്ങനെ ബലവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കിക്കേ, ഡെസ്കിന്റെ ഒരറ്റത്ത് ഗോലി വെച്ച് വിരൽ കൊണ്ട് തട്ടുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗോലി ജസ്റ്റ് വിരൽ കൊണ്ട് എന്ത് ചെയ്യാണ്? തട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നിശ്ചലമായിരുന്ന ഗോലി ചലിച്ചു തുടങ്ങുന്നു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിശ്ചലമായ ഗോലി ചലിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ആ ഒരു ഗോലിയെ തട്ടിയപ്പോഴായിരുന്നു ആണല്ലോ. രണ്ടാമത്തെ കേസ്, ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക, അതിന്റെ പാത തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൈ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഉരുണ്ടി വരുന്ന ഗോലിയുടെ ആ ഒരു അറ്റത്തട്ട് നമ്മൾ എന്ത് വെച്ചു? നമ്മുടെ കൈ വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ചലിക്കുന്ന ഗോലി എന്തായി മാറി? നിശ്ചലമായി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചലിക്കുന്ന ഗോലി നിശ്ചലമായി ആണല്ലോ. എപ്പോഴാണ് നമ്മളെ കൈ ഇങ്ങനെ ഒരു തടസ്സമായിട്ട് ഗോലിയുടെ സഞ്ചാരപാതയിൽ വെച്ചപ്പോൾ. മൂന്നാമത്തെ കേസ് നോക്കിക്കേ, ഗോലി ഡെസ്കിലൂടെ സാമാന്യം വേഗത്തിൽ ഉരുട്ടുക. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള വേഗത്തിൽ നമ്മൾ ഉരുട്ടുകയാണ്. അതിന്റെ പാതയിൽ ഒരു സ്കെയിൽ അല്പം ചരിച്ചു പിടിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? നേരെ വരുന്ന ഗോലി ഈ ചരിച്ചു പിടിച്ചേക്കുന്ന സ്കെയിലിന്റെ എങ്ങോട്ടേക്കാണോ ചരിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഗോലി ദിശ മാറി സഞ്ചരിക്കും അല്ലെ. അതാണ് മൂന്നാമത്തെ ചോദ്യം. ചലിക്കുന്ന ഗോലിയുടെ ദിശ മാറിയത് എപ്പോഴായിരുന്നു? നമ്മൾ ഈ ഒരു ചരിച്ച് വെച്ച ആ സ്കെയിൽ അതിൻ്റെ പാത്തിൽ വെച്ചപ്പോഴായിരുന്നു എന്ത് സംഭവിച്ചത്? അതിൻ്റെ ഡയറക്ഷൻ, ഗോലിയുടെ ഡയറക്ഷൻ മാറിയത് അല്ലെങ്കിൽ ചേഞ്ച് ആയത്. നാലാമത്തെ കേസ് നോക്കിക്കേ, ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക, അതേ ദിശയിൽ മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തേതുമായി കൂട്ടിമുട്ടിക്കുക. നിങ്ങൾക്ക് എന്തായിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മൾ ആദ്യം ഒരു ഗോലിയെ വിട്ടു, രണ്ടാമത്തെ ഗോലിയെ വീണ്ടും നമ്മൾ വിട്ട് അതിനെ എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ജസ്റ്റ് ഒന്ന് കൊളൈഡ് ചെയ്യിപ്പിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പീഡ്, നമ്മൾ ആദ്യം പോയ ഗോലിയുടെ സ്പീഡ് എന്ത് ചെയ്യും? കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഉരുട്ടി വിട്ട ഗോലിയുടെ ചലന വേഗം കൂടിയത് എപ്പോഴാണ്? നമ്മൾ രണ്ടാമതായിട്ട് അതേ ഡയറക്ഷനിൽ, ഉരുണ്ടുപോയ ഗോലിയുടെ അതേ ഡയറക്ഷനിൽ മറ്റൊരു ഗോലിയെ ഗ്രേറ്റസ്റ്റ് സ്പീഡിൽ വിട്ടപ്പോഴായിരുന്നു. അവർ തമ്മിൽ കൊളൈഡ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ആദ്യത്തെ ഗോലിയുടെ ചലന വേഗം കൂടിയത് അല്ലേ. അപ്പം 4 കേസസ് നിങ്ങൾ കണ്ടല്ലോ. 4 രീതിയിലുള്ള ചലനത്തിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമ്മളിവിടെ കണ്ടത്. ചലനത്തിൽ, ആ ഗോലിയുടെ ചലനത്തിലുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ. അതൊക്കെ എന്ത് അപ്ലൈ ചെയ്തപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളിലാണ് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായത്? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സന്ദർഭത്തിലും ബലം പ്രയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചലനത്തിൽ എന്ത് വന്നു? കുറച്ച് മാറ്റങ്ങൾ വന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? നിശ്ചലമായിരുന്ന, ആദ്യത്തെ കേസിൽ നിശ്ചലമായിരുന്ന ഗോലി ചലിച്ചു, രണ്ടാമത്തെ കേസിൽ ചലിച്ചുകൊണ്ടിരുന്ന ഗോലി നിശ്ചലമായി, മൂന്നാമത്തെ കേസിൽ ചലിച്ചുകൊണ്ടിരുന്ന ഗോലിയുടെ ദിശ മാറി, നാലാമത്തെ കേസിൽ ചലിച്ചുകൊണ്ടിരുന്ന ഗോലിയുടെ ചലന വേഗം മാറി അല്ലേ. അപ്പോൾ പന്ത് കളിക്കുന്നവരും കളി കാണുന്നവരും ഒക്കെ അല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ കളിക്കാർ പന്തിൽ ബലം പ്രയോഗിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ഒന്ന്, നിശ്ചലമായിട്ട് റെസ്റ്റിലിരിക്കുന്ന ഒരു പന്തിനെ എന്ത് ചെയ്യിപ്പിക്കാനായിട്ട്? ചലിപ്പിക്കാനായിട്ട്. അതാണ് ഫസ്റ്റ് കേസ്. എന്താണ്? നിശ്ചലമായ പന്തിനെ ചലിപ്പിക്കാനായിട്ട്. അതേസമയം എന്താണ് രണ്ടാമത്തെ കേസ്? എന്തായിരിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന പന്തിനെ നിശ്ചലമാക്കാനായിട്ട് ആണല്ലോ. പിന്നെ 2 കേസുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ആ ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന പന്തിന്റെ ചലന വേഗം കൂട്ടണം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും വേണം? അത് കുറയ്ക്കുകയും വേണം അല്ലേ. അപ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആ ചലന വേഗം കൂട്ടുക, പന്തിന്റെ ചലന വേഗം കൂട്ടുക. രണ്ടാമത്തെ കേസിൽ പന്തിന്റെ ചലന വേഗം ആവശ്യമുള്ളപ്പോൾ കുറയ്ക്കുക. പിന്നെന്താണ്? ഈ പന്തിന്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോളിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കണം, ദിശ മാറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ 5ഓളം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കളിക്കാരെന്ത് ചെയ്യുന്നത്? പന്തിൽ ബലം പ്രയോഗിക്കുന്നത്.
അപ്പോൾ ആ ബലം മൂലമുണ്ടായ ഇഫക്റ്റുകളാണ് നമ്മൾ കണ്ടത്. ഒന്നെന്താണ്, നിശ്ചലമായിരുന്നൊരു വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട്, അപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ ബലം കൊടുക്കണം. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ബലം പ്രയോഗിക്കണം. മൂന്നാമതായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലന വേഗം കൂട്ടാൻ ബലം പ്രയോഗിക്കണം. അതോടൊപ്പം എന്താണ്, കുറയ്ക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ബലം പ്രയോഗിക്കണം. അതോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ബലം പ്രയോഗിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ എല്ലാ കേസിലും ഇതുപോലെ ബലം പ്രയോഗിച്ച് നമുക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആ വസ്തുവിൽ മേയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലായി, ബലവും ചലനവും അഥവാ ഫോഴ്സ് ആൻഡ് മോഷൻ അല്ലെ. നോക്കിക്കേ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ഒന്നാമത്തെ കേസ് എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാം. എന്താണ്, മൂവിങ് ആയിട്ടുള്ള ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഇതിന് രണ്ടിനും നമുക്ക് എന്ത് കൊടുക്കാം, ബലം പ്രയോഗിയിലൂടെ നമുക്ക് ഇത് രണ്ടും സാധ്യമാകും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് ചോദിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ബലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഉള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു 5 പ്രസ്താവനകൾ അല്ലെങ്കിൽ 4 കേസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ ഇത് അറിയാൻ വേണ്ടൊരു കുട്ടി എന്ത് ചെയ്യുള്ളൂ, ചലിപ്പിക്കുന്ന കാര്യവും നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും അതോടൊപ്പം ചലിപ്പിക്കുന്ന കാര്യവും മാത്രമേ ഓർത്തിരിക്കത്തുള്ളൂ. ചലന വേഗം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്നും ചലനത്തിന്റെ ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പം 5ഓളം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. ഒന്നെന്താണ്, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുവാൻ. 2, ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ. 3, ചലനത്തിന്റെ ദിശ മാറ്റുവാൻ. 4, ചലനവേഗം കൂട്ടുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ബലം പ്രയോഗിച്ചേ മതിയാകും. ഓക്കെ, നമ്മൾ ചലനത്തിന്റെ പല വിധത്തിലുള്ള ചലനമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുക. നിങ്ങൾ എങ്ങനെയാണ് കട്ടറിനകത്തേക്ക് പെൻസിലിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൂർപ്പിക്കുകയാണ് അല്ലേ. ഇപ്പം എന്ത് ചെയ്യാണ്, പെൻസിൽ എന്ത് ചെയ്യുന്നു, പെൻസിൽ ഒരു ആക്സിസിന് എബൌട്ടായിട്ട്, അതിൻ്റെ തന്നെ എന്താണ് ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴല്ലേ അത് കൂർത്ത് വരിക. അപ്പോൾ ഓരോ സന്ദർഭത്തിലും പെൻസിൽ ചലനം എപ്രകാരമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. പെൻസിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ഞാൻ മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് ഉള്ളതേ ഉള്ളൂ, മലയാളമാണ് നമുക്ക് വേണ്ടുന്നത്. റൊട്ടേഷന്റെ മലയാളം എന്തായിരുന്നു, ഭ്രമണം. ഓക്കെ, ഭ്രമണം. അതിന്റെ സ്വന്തം ആക്സിസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഭ്രമണം എന്നാണ് വിളിക്കുക. ഭൂമിയുടെ ഭ്രമണം പറഞ്ഞ പോലെ അല്ലേ. രണ്ടാമത്തെ കേസ് നോക്കിക്കേ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുക. എന്ത് ചെയ്യണം, നമ്മൾ സർക്കിൾ മേക്ക് ചെയ്യണം. പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, പെൻസിലിന്റെ ചലനം എങ്ങനെയായിരുന്നു, സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വൃത്താകൃതിയിലാണ്. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് പെൻസിൽ മൂവ് ചെയ്യുന്നത്, വൃത്താകൃതിയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വൃത്താകൃതിയിലാണ് അല്ലെ, സർക്കുലാർ മോഷനിലാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തത് നോക്കിക്കേ, പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് ഒരു നേർരേഖ വരയ്ക്കുക. എന്താണ്, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു നേർരേഖ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലും ഉണ്ട് ആ ഒരു പേര്. എന്താണ്, പെൻസിലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, നേർരേഖയിലൂടെയാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. നേർരേഖയിലൂടെയാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. ഓക്കെ ആണോ, നേർരേഖയിലൂടെയാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. അപ്പോൾ നമ്മൾ ഓരോ സന്ദർഭത്തിലുമുള്ള പെൻസിലിന്റെ ചലനം കണ്ടു. ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി, 3 ടൈപ്സ് ഓഫ് മോഷൻ അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നെന്തായിരുന്നു, ഒന്ന് ആക്സിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. 2, വൃത്താകൃതിയിലുള്ള മോഷൻ അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. 3, നേർരേഖയിലുള്ള മോഷൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പെൻസിലും ഷാർപ്പനറും ഉപയോഗിച്ചിട്ടുള്ള ആ സന്ദർഭത്തിൽ 3 തരത്തിലുള്ള ചലനം കണ്ടു. എന്തൊക്കെയായിരുന്നു, 1 ഭ്രമണം, 2 വൃത്താകൃതിയിലുള്ള ചലനം, 3 നേർരേഖയിലുള്ള ചലനം. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ചലനങ്ങൾ നോക്കൂ. പെൻസിലിന്റെ വിവിധ ചലനങ്ങളുമായി സമാനതയുള്ളവ ഏതെല്ലാമാണ്? നമുക്ക് ഈ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലിരിക്കും. സന്ദർഭം നോക്കിക്കേ, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു വൃത്താകൃതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഏത് കേസായിരുന്നു, നമ്മുടെ കട്ടറിന്റെ ഉള്ളിൽ കയറ്റുന്ന കേസാണോ അതോ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണോ പെൻസിൽ? പെൻസിൽ കോമ്പസിൽ ചേർത്ത് വെച്ചിട്ട് വൃത്തം വരയ്ക്കുന്നതിനോട് സമാനതയുള്ള ചലനമാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത്. എന്ത് ചലനമാണ് അപ്പോ? വൃത്താകൃതിയിലുള്ള ചലനമാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ നോക്കിക്കേ, പമ്പരം കറങ്ങുന്നു. എന്ത് ചെയ്യാണ്, ഈ ഒരു ആക്സിസിന് എബൌട്ട്
എബോട്ടായിട്ടാണ് പമ്പരം എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. അപ്പോൾ പമ്പരത്തിന്റെ ഭ്രമണമാണ് ഇവിടെ അല്ലേ, റൊട്ടേഷൻ ഓഫ് എ ടോപ്പ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് എന്തുമായിട്ട് സിമിലർ ആണ്, നമ്മുടെ ഷാർപ്പനറിനുള്ളിലേക്ക് പെൻസിലിനെ കയറ്റിയിട്ട് പെൻസിൽ കറക്കി അത് വെട്ടുന്ന ആ ഒരു സന്ദർഭത്തിന് തുല്യമാണ് പമ്പരം കറങ്ങുന്നത് ആണല്ലോ. മൂന്നാമത്തെ കേസ് നോക്കിക്കേ, മാമ്പഴം ഞെട്ടേറ്റ് വീഴുന്നു. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് മാമ്പഴം വീണേക്കുന്നത്, നേർരേഖയിലാണ് വീണേക്കുന്നത് അല്ലേ. അപ്പോൾ അത് പെൻസിലിന്റെ ഏത് സന്ദർഭമാണ്, മൂന്നാമത്തെ സന്ദർഭമാണ്. എന്താണ്, പെൻസിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖയിൽ ഒരു വര വരയ്ക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നതാണ്. അതിനോട് ചേർന്നതാണ് ഈ മാമ്പഴം ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. ഓക്കെ അല്ലേ. അടുത്ത് നോക്കിക്കേ, വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു. അപ്പോൾ വാഹനങ്ങളുടെ ചക്രം എന്തുമായിട്ടായിരിക്കും, റൊട്ടേഷൻ ആണ്, ഭ്രമണമാണ്. നടുക്കൊരു ആക്സ് ഉണ്ടെങ്കിൽ ആ ആക്സിന് എബോട്ടായിട്ടാണ് ആ ചക്രങ്ങൾ കറങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ പെൻസിലും ഷാർപ്പനറോട് ചേർന്ന് വന്നേക്കുന്ന ഫസ്റ്റ് കേസാണ് ഇതിന് റിസംബിൾ ചെയ്യുന്നത് ആണല്ലോ. അടുത്ത കേസ്, ലിഫ്റ്റ് ഉയരുന്നു. എങ്ങനെയുള്ള ചലനമാണ്, മുകളിലേക്കും താഴേക്കുമുള്ള ചലനം. അപ്പൊ നേർരേഖാ ചലനമാണ് അല്ലേ. ഇപ്പൊ പെൻസിലിന്റെ ഷാർപ്പനറിന്റെ മൂന്നാമത്തെ കേസ്. ഓക്കെ ആണല്ലോ. അടുത്ത കേസ് എന്താണ്, വൃത്തപാതയിലൂടെ തീവണ്ടി ഓടുന്നു. അതായത് ഇങ്ങനെയുള്ള മോഷനാണ്, സർക്കുലാർ മോഷനാണ്. അപ്പോൾ വൃത്തപാത എന്ന് പറയുമ്പം എന്ത് ടൈപ്പാണ്, വൃത്താകൃതിയിലുള്ള ചലനമാണ്. അപ്പോൾ വൃത്താകൃതിയിലുള്ള ചലനമായതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്ന് പറയും, സർക്കുലാർ മോഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അത് എന്ത് കേസായിരുന്നു, നമ്മുടെ എന്ത് കേസ്, രണ്ടാമത്തെ കേസ്, കോമ്പസ് ഉപയോഗിച്ചിട്ടുള്ള പെൻസിലിന്റെ മൂവ്മെന്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെ സിമിലാരിറ്റീസ് ഉള്ള സന്ദർഭങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ 6 സന്ദർഭങ്ങളും ഓരോ മോഷന് ഉദാഹരണമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ട സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നതിനോട് സാദൃശ്യമുള്ള ചലനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു അതും പിന്നെ ബാക്കി 2 സന്ദർഭങ്ങളോട്ടുള്ള ഉദാഹരണങ്ങളാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോളം നോക്കിക്കേ, അതിൽ നമ്മുടെ ഏത് ചലനമായിരുന്നു, ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് ഭ്രമണമായിരുന്നു അല്ലേ. ഒരു ആക്സിസിന് എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഭ്രമണം എന്ന ചലനത്തിന് ഉദാഹരണമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പമ്പരം കറങ്ങുന്നു അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്. ഒരു ചെറിയ ഏറ്റവും താഴെ ഒരു അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ടോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ടോപ്പ് ചലിക്കുന്നത്. അതുകൊണ്ട് പമ്പരം കറങ്ങുന്നു എന്നത് എന്തിന്റെ ഉദാഹരണമാണ്, ഒരു ഭ്രമണത്തിനുള്ള ചലനത്തിന്റെ ഉദാഹരണമാണ്. ഫാൻ കറങ്ങുന്നു അല്ലേ, നിങ്ങൾ നോക്കിക്കേ, ഒരു ആക്സിസിന് എബോട്ടായിട്ടാണ് ആ ഫാൻ കറങ്ങുന്നത്. സോ അതും ഭ്രമണത്തിന് ഉദാഹരണമാണ്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു, ഭൂമിയുടെ ഭ്രമണം, വിവിധ മോട്ടോറുകളുടെ ചലനം, ഇവയെല്ലാം എന്താണ്, ഇവയെല്ലാം നമ്മുടെ ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്ന സന്ദർഭത്തിനോട് സാദൃശ്യമുള്ള ചലന ഉദാഹരണങ്ങളാണ് ആണല്ലോ. അതേസമയം കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളവ ഏതൊക്കെയായിരുന്നു, ഒന്ന് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. അപ്പോൾ വൃത്താകൃതിയിൽ കല്ല് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ വൃത്താകൃതിയിലുള്ള ചലനമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. വൃത്തപാതയിലൂടെ തീവണ്ടി ഓടുന്നു. അത് നമ്മൾ കണ്ട ചിത്രമല്ലേ. മൂന്നാമത്തത്, പാർക്കിലെ ചില റൈഡുകൾ. ശരിയാണ്, വട്ടത്തിലല്ലേ അവർ കറങ്ങുന്നത്, വൃത്താകൃതിയിൽ കറങ്ങുന്ന റൈഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചക്കിന് ചുറ്റും കാളയുടെ ചലനം. ഓക്കെ. ദെൻ ക്ലോക്കിലെ സൂചിയുടെ ചലനം. നമുക്ക് എന്ത് ചെയ്യാം, വൃത്താകൃതിയിലാണ് ആ ഒരു സൂചി ചലിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കതൊരു ഉദാഹരണമായിട്ട് പറയുന്നതിൽ തെറ്റില്ല. ഇനി സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളവ, അതായത് നേർരേഖയിലുള്ള ചലനത്തിന് സാദൃശ്യം ഒക്കെയായിരുന്നു. ചിത്രത്തിലുള്ള പോലെ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, ലിഫ്റ്റ് ഉയരുന്നത്, വെടിയുണ്ടയുടെ ചലനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേർരേഖയിലല്ലേ അത് ട്രാവൽ ചെയ്യുക. നമ്മളൊരു ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റിനെ ഉതിർക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നേർരേഖാ ചലനമാണ്, അല്ലെങ്കിൽ നേർരേഖയിലാണ് അത് ചലിക്കുന്നത്. തൊടുത്തുവിട്ട അമ്പിന്റെ ചലനം നേർരേഖയല്ലേ. അമ്പും വില്ല് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. വില്ലിൽ നിന്ന് അമ്പ് പോകുന്നത് നേരെയാണ്. നമ്മൾ പിടിക്കുന്നതനുസരിച്ച് മാത്രമേ അത് മുകളിലോട്ടാണ് അമ്പ് പിടിക്കുന്നതെങ്കിൽ, വില്ല് പിടിക്കുന്നതെങ്കിൽ അമ്പ് മുകളിലോട്ട് പോകും. പക്ഷെ അപ്പോഴേത് ചലനമാണ്, നേർരേഖാ ചലനമാണ്. കിണറ്റിൽ നിന്ന് ബക്കറ്റ് നേരെ ഉയർത്തുന്നു അല്ലെ. നമുക്ക് തോന്നിയ പോലെ ഉയർത്തിയാൽ അത് നേർരേഖ ആവില്ല. നേരെയാണ് ആ ബക്കറ്റ് ഉയർത്തുന്നതെങ്കിൽ അത് നേർരേഖയിലുള്ള ചലനത്തിന്റെ ഉദാഹരണം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ 3 നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് ബേസിൽ, അല്ലെങ്കിൽ കണ്ട ഒരു സന്ദർഭത്തിന്റെ ബേസിലുള്ള 3 കേസുകളിലെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് ഏത് ചലനത്തിന്റെ ഉദാഹരണമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട ചിത്രത്തിന്റെയും ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ നോക്കിക്കേ. ഓരോ കൂട്ടത്തിലെയും ചലനങ്ങൾക്കുള്ള പൊതു സവിശേഷത എന്താണ്?
എന്താണ് ആദ്യത്തെ കേസിൽ നമ്മൾ ആ ഷാർപ്നർ കയറുന്ന കേസിൽ, അല്ലെങ്കിൽ ഷാർപ്നറും പെൻസിലിൻ്റെയും കൂടെ ആ ഒരു വർക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ കണ്ടു ഒരു ഫിക്സ്ഡ് ആക്സിസിന് എബൌട്ടായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, മോഷൻ സംഭവിക്കുന്നത് അല്ലെ. ഒരു നിശ്ചിത അക്ഷത്തിന് എബൌട്ടായിട്ട്, അക്ഷം അതാണ് ആക്സിസിൻ്റെ മലയാളം കേട്ടോ, ഫിക്സ്ഡ് അക്ഷം. അപ്പം അതാണ് ഒന്നാമത്തെ സവിശേഷത. ഫസ്റ്റ് മോഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ചലനം എന്നത് ഒരു ഫിക്സ്ഡ് അക്ഷത്തിന് എബൌട്ടായിട്ടായിരുന്നു ആണല്ലോ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ്, കല്ല് കറക്കുന്നത് സർക്കുലാർ പാത്തിൽ കൂടെ ആയിരുന്നു അല്ലേ. അപ്പം എന്താണ്, വൃത്ത ആകൃതിയിലുള്ള ചലനമായിരുന്നു രണ്ടാമത്തെ കേസ്, സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ വൃത്തത്തിലൂടെയുള്ള ചലനമായിരുന്നു. മൂന്നാമത്തെ കേസ് എന്തായിരുന്നു, അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, നേർരേഖാ ചലനമായിരുന്നു അല്ലേ. എന്താണ്, നേർരേഖയിലുള്ള ചലനമായിരുന്നു ആണല്ലോ, നേർരേഖാ ചലനം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട 3 മോഷൻ്റെ അല്ലെങ്കിൽ 3 ചലനത്തിൻ്റെയും പൊതു സവിശേഷത എന്ന് പറയുന്നത്. ഇനി 1ഉം 2ഉം കൂട്ടങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്, ഒരു ഫിക്സ്ഡ് അക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആക്സിന് അബൌട്ടായിട്ടുള്ള റൊട്ടേഷൻ ആയിരുന്നു അല്ലെങ്കിൽ മോഷൻ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തത് സർക്കിളിന് എലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ നമ്മൾ പറയാം അല്ലേ, സർക്കിളിൻ്റെ ആ ഒരു സർക്കംഫറൻസ് എലോങ് ആയിട്ടുള്ള മോഷൻ ആയിരുന്നു രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതിയാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ജനറലൈസ് ചെയ്ത് നമ്മുടെ കൺസെപ്റ്റ് ഒന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. ഓക്കെ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം ഒരു വസ്തുവിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് അല്ലെങ്കിൽ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. നമ്മൾ എന്തൊക്കെ ഉദാഹരണങ്ങൾ കണ്ടു? ഒന്നാമതായിട്ട് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത് കണ്ടു, ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് നേരെ പോകുന്നത് കണ്ടു, ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു, ബക്കറ്റ് കിണറ്റിൽ നിന്നും നേരെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ എന്താണ്, നേർരേഖയിലുള്ള ചലനമായതുകൊണ്ട് നമുക്കതിനെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കിക്കേ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ. അപ്പം എന്താണ്, ഒരു അക്ഷം ഉണ്ടായിരിക്കും, ഒരു ഫിക്സ്ഡ് അക്ഷം അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആക്സിസ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞത്, ഭൂമി എന്താണ് അല്ലെങ്കിൽ എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ എന്തൊക്കെ പറഞ്ഞു? പമ്പരം കറങ്ങുന്നത് പറഞ്ഞു, ഫാൻ്റെ റൊട്ടേഷൻ പറഞ്ഞു, വിവിധ മോട്ടോറുകളുടെ വർക്കിംഗ് പറഞ്ഞു, എർത്തിൻ്റെ റൊട്ടേഷൻ പറഞ്ഞു, ചക്രങ്ങളുടെ വീലുകളുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ വീലുകളുടെ മോഷൻ, ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷന് ഉദാഹരണമാണ് ആണല്ലോ. അടുത്ത വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണമൊക്കെ ഏകദേശം ഈ ഒരു പേരിൽ നിന്ന് മനസ്സിലാവും, നേർരേഖാ ചലനം, ഭ്രമണം എന്നൊക്കെ പറയുന്നത് നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ വൃത്ത പാതയിലൂടെയുള്ള ചലനത്തിൽ നമ്മൾ ഒന്നുകിൽ പാതാ ചലനം എന്നായിരിക്കും വിചാരിക്കുക അല്ലേ, പക്ഷെ അങ്ങനല്ല പേര്, വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ. ബാക്കി രണ്ട് ചലനവും ഏകദേശം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഈ ഒരു വേർഡ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വർത്തുള ചലനം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം ആൻസർ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചു. അപ്പോൾ വർത്തുള ചലനത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കല്ല് കെട്ടി കറക്കുന്നത്, കോമ്പസിൻ്റെ മൂവ്മെൻറ്റ്, വൃത്താകൃതിയിലുള്ള ടോയ് കാറിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടോയ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, ഇതെല്ലാം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് ചൂസ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ പോയിന്റ്സ് കൂടി ആഡ് ചെയ്തേക്കാണ് SRTക്ക് അപ്പുറം. നോക്കിക്കേ, വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ, നമുക്കറിയാം. അടുത്തത് മറ്റൊരു പേരാണ് ഘൂർണന ചലനം. അതിൻ്റെ വർത്തുള ചലനത്തിൻ്റെ മറ്റൊരു പേരാണ് ഘൂർണന ചലനം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഘൂർണന ചലനം എന്നാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, അതെന്താണ്, സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. നോക്കിക്കേ, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ശരിയല്ലേ? ഇത് വൃത്താകൃതിയിലല്ലേ കറങ്ങുക? ഓക്കെ ആണല്ലോ. ഇനി വർത്തുള ചലനത്തിന്റെ ഉദാഹരണങ്ങളാണ് ജൈന്റ് വീല്. കണ്ടിട്ടില്ലേ നിങ്ങൾ പാർക്കിലൊക്കെ ജൈന്റ് വീല് കറങ്ങുന്നത്, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇതൊക്കെ വൃത്താകൃതി. ഇപ്പം നമ്മൾ അഡീഷണൽ പറഞ്ഞിരിക്കുന്ന 2 ഉദാഹരണമാണ് ജൈന്റ് വീല് കറങ്ങുന്നതും മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കവും.
അത് രണ്ടും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ വിളിക്കുന്ന പേരാണെന്ത്? അവിടെ തുല്യ ദൂരവും തുല്യ സമയവുമാണെങ്കിൽ നമുക്ക് ആ ചലനത്തെ സമവർത്തുള ചലനം എന്ന് വിളിക്കാം. യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് ഇംഗ്ലീഷ് വേർഡ്. സമവർത്തുള ചലനം. തുല്യ ദൂരവും തുല്യ സമയവും കൊണ്ടായിരിക്കും വൃത്തപാതയിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വസ്തു എക്സിക്യൂട്ട് ചെയ്യുന്ന ചലനം എന്ന് പറഞ്ഞിരിക്കുന്നത് സമവർത്തുള ചലനമാണ്. ഓക്കെ, അപ്പോൾ സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ മെയിൻലി നമുക്ക് 2 എണ്ണമാണ് പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം. ഓക്കെ, ജൈന്റ് വീലിന്റെ ചലനം പ്രത്യേകം ശ്രദ്ധിക്കുക. തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ ബാക്കി സമയങ്ങളിൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും അല്ല, ബാക്കി സമയങ്ങളിലുള്ള പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനവും ജൈന്റ് വീലിന്റെ ചലനവും സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങളാണ്. കാരണം അവ എന്ത് ചെയ്യുന്നു? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു ചലനമാണ്, അതും വൃത്തപാതയിൽ. അതുകൊണ്ടാണ് നാം അവരെ സമവർത്തുള ചലനത്തിന്റെ ഉദാഹരണങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചലനം എന്നൊരു ഭാഗമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ചലനത്തിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ചലനം പഠിച്ചു. അതിൽ 3 എണ്ണമാണ് മെയിൻലി പഠിച്ചത്: ഭ്രമണം, വർത്തുള ചലനം, നേർരേഖാ ചലനം. അതിൽ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ശരീരത്തിനുള്ളിലും നമുക്ക് ചുറ്റും നടക്കുന്ന ചലനത്തെക്കുറിച്ചും സൗരയൂഥത്തിലെ ചലനത്തെക്കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ ടൈപ്സ് ഓഫ് ചലനം അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മോഷൻ പരിചയപ്പെട്ടു. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ 2ാം ഭാഗവുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.